പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നടന്ന എന്താണെന്ന് ആരോടും പറയാൻ നിൽക്കണ്ട. അഭി കേറുന്നില്ലേ? തലയിൽ ഈ കെട്ടൊക്കെ കണ്ട ചോദ്യമായി പറച്ചിലായി. ഒരുപാട് കള്ളം പറയേണ്ടി വരും. ബൈക്കിൽ നിന്നൊന്ന് വീണു, അത്രയും പറഞ്ഞാൽ മതി. അല്ല, ഇതുവരെ വന്നിട്ട് ഒന്ന് കേറാതെ പോയാ? അയാളാകത്തില്ലേ? ഞാൻ ഇല്ല ഒന്നിനും. ശരിയാവില്ല. പോട്ടെ. അഖിലിച്ച് പുറത്തു പോയിട്ട് വരുമ്പോ ഞങ്ങൾക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരിക? അത് ന്യായമായ ചോദ്യമാ. ഇങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങുന്നത് നല്ലൊരു ശീലമല്ല. വല്ലപ്പോഴും ഞങ്ങളെ കൂടെ ഒന്ന് പരിഗണിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ വാങ്ങിത്തരാം. അതിനും കൂടി ആകാശേട്ടന് കാശ് ചെലവാക്കണോ? അത് ശരിയാ. ഞാനും ടൗൺ വരെ ഒന്ന് പോവാ. മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇതെവിടെയായിരുന്നു? അഭിമന്യുവിനെ കാണാൻ പോയതാണെന്ന് അനക്ക പറഞ്ഞു. എന്തായിരുന്നു അത്യാവശ്യം? ഒന്നുമില്ല. അഭി ബൈക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണു. അയ്യോ, എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല, നെറ്റിയിലൊരു മുറിവുണ്ട്, അത്രേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? ഏതോ പട്ടി കുറുകെ ചാടിയതാന്നാ പറഞ്ഞേ. വെട്ടിച്ചപ്പോ ബാലൻസ് പോയി ബൈക്ക് മറിഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലെന്നേ. അഭിയല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. ഒരു പ്രശ്നവുമില്ല. അവൻ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. അത്രയ്ക്ക് സൂക്ഷിച്ചേ ഓടിക്കുള്ളൂ. എന്നിട്ടും അല്ല, അതിപ്പോ പട്ടി കുറുകെ ചാടിയാ എന്ത് ചെയ്യാൻ പറ്റും കൃഷ്ണേട്ടാ? പിന്നെ ഒന്നും പറ്റിയില്ലല്ലോ. അമൃതേച്ചി, ഞാൻ ആകാശേട്ടന്റെ കൂടെ ഒന്ന് പുറത്തു പോവാ. എവിടെ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്ന് കറങ്ങണം, പിന്നെ ചെറിയൊരു ഷോപ്പിംഗ്. നീ ഇപ്പൊ എവിടെയും പോണ്ട. വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള കറക്കമൊന്നും ശരിയല്ല. തൽക്കാലം കല്യാണം വരെ ഇവിടെ ഇരുന്നാ മതി. അതെന്താ അങ്ങനെ? ഞാൻ പോകുന്ന ആകാശേട്ടന്റെ കൂടെയല്ലേ? ആരുടെ കൂടെ ആയാലും പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. അതിനെന്താ പ്രശ്നം? അഖിലേ, ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോ അതനുസരിക്കാൻ പഠിക്കുക. കല്യാണം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴേ രണ്ടുപേരുടെ ചുറ്റിക്കറങ്ങിയാ കാണുന്നവരെന്ത് വിചാരിക്കും? വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. അപ്പൊ ഞാൻ ആകാശേട്ടന്റെ കൂടെ പോയതല്ലേ? അന്ന് ചേച്ചി ഒരു തടസ്സവും പറഞ്ഞില്ലല്ലോ. ഒരു പ്രാവശ്യം പോയല്ലോ, അത് മതി. ഇതൊരു സ്ഥിരം പരിപാടി ആക്കണ്ട. അച്ഛാ, ഇത് കേട്ടോ, ഞാൻ ചെല്ലാന്ന് ആകാശേട്ടനോട് വാക്ക് പറഞ്ഞതാ. മോളെ, അവിടെ പോയിട്ട് വരട്ടെ. ആകാശിന്റെ കൂടെ അല്ലേ? കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടെ ഉള്ളച്ചാ. ബൈക്കിലൊക്കെ ചുറ്റിയടിക്കുന്ന റിസ്കാ. ദേ, ഇപ്പൊ അബിയുടെ കാര്യം കണ്ടില്ലേ? ഒരു അപകടം പറ്റാനേ എത്ര നേരം വേണം? ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ള കറക്കം മതി. അപ്പൊ കല്യാണം കഴിഞ്ഞ് കറങ്ങുമ്പോ അപകടം പറ്റിയ ഒരു കുഴപ്പമില്ലെന്നല്ലേ? എനിക്കറിയാം, ഒരു ബാധ്യത തീർക്കും പോലെ കല്യാണം നടത്തി പറഞ്ഞു വിട്ടാ ഉത്തരവാദിത്തം തീർന്നല്ലോ. പിന്നെ ചത്താലെന്ത്, ജീവിച്ചാലെന്ത്? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് മനസ്സിലായതാ. മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന ഒരു കാര്യവും ചേച്ചി സമ്മതിച്ചു തരത്തില്ല. ഞങ്ങൾ ചേച്ചിയുടെ അനിയത്തിമാരാ, അല്ലാതെ ഇവിടത്തെ ജോലിക്കാരൊന്നും അല്ല. ഇങ്ങനെയുണ്ട് ഒരു ചേച്ചി കളി. പഴയ ത്യാഗത്തിന്റെ കഥയും പറഞ്ഞ് ഞങ്ങൾ എത്ര നാളിങ്ങനെ പൂട്ടിയിടും? മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? ആരോടാ സംസാരിക്കുന്നെന്ന് ഓർക്കണ്ടേ? അതൊക്കെ ഓർത്തു തന്നെ അച്ഛൻ പറയുന്നേ. ഇല്ലെങ്കിൽ അച്ഛൻ തന്നെ പറ, ഞാൻ ആകാശേട്ടന്റെ കൂടെ പുറത്തു പോയാ എന്താ പ്രശ്നം? അല്ല മോളെ, അമൃത പറയുന്നതിലും കാര്യമുണ്ട്. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിന്റെ ഇഷ്ടങ്ങളൊക്കെ ആവാലോ. കൊള്ളാം. അപ്പൊ അച്ഛനെ ഈ കൂട്ടത്തിൽ കൂടി. ഈശ്വര, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മോളെ, ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.